ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നും നമ്മൾ കളിക്കാൻ മൈൻക്രാഫ്റ്റ് സർവൈവൽ വേൾഡ് ആണ്. ഓക്കെ, ഇന്നേക്ക് ഈ വീട് ഫിനിഷ് ആക്കണം. ഓക്കെ, ഇതാണ് ഇന്നത്തെ പ്ലാന്. ഇന്നത്തെ വീഡിയോൻ്റെ പ്ലാന്. ഇത് കഴിയുമെന്നൊന്നും അറിയില്ല, എന്നാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണക്കണതിന് മുമ്പ് എന്തായാലും ഈ വീഡിയോ കാണുന്നൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ ആ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ചെറിയൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതൊന്നും അടിച്ചു പൊട്ടിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടണ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനൊക്കെ ഇട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പണിയെടുത്ത് തുടങ്ങാം. പണിക്കാരനാണ്, അതുകൊണ്ട് പണിയെടുത്ത് തുടങ്ങാം. കുറച്ച് ഫുഡ് മുറിക്കാണ്ട് വീട് ഫിനിഷ് ആക്കാനായി. അപ്പോൾ അതിന് നമുക്ക് കഴിഞ്ഞ് നമുക്ക് കുറേ ആക്സ് ഉണ്ടാക്കിയിട്ട് പോവാം. സ്റ്റോണില്ലല്ലേ? ഇനി സ്റ്റോൺ മൈന്. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് മൈന്. പിന്നെ ഗൈസ്, ഞാൻ കുറച്ച് മോഡൊക്കെ ഇട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മോഡ്, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ തോന്നുന്നത്. കണ്ട, ഇതൊക്കെ നല്ല രസമല്ലേ? അവരിത് കണ്ട, അതാണ്. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് ഇത് ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, ആരും ഇത് കണ്ട. നമുക്ക് കുറച്ചുകൂടി മൈനിന് പോവാം. ടോർച്ചില്ലല്ലേ, അപ്പോൾ മുഞ്ചി. കോൾ ഉണ്ടല്ലോ പറഞ്ഞ ഒരു ഇഞ്ച്. ഞാൻ കോൾ എടുത്തിട്ട് വരാം. 7 നമുക്കൊരു കോളൊന്നും വേണ്ട, നമുക്ക് ഒരു 20 കൂടി മൈൻ ചെയ്ത് തരാം. അത് മതിയാവും ഇപ്പോൾ തൽക്കാലം. ഞാൻ മതി. അല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്രീപ്പറും സോംബിയൊക്കെ കയറി വരുവാണോ? ഒരു ഇഞ്ച് ടോർച്ച് എടുത്ത് അവിടെ വെച്ചേക്ക്. വിശ്വാസത്തെ തീരും. നമ്മളെപ്പോഴും ജാഗ്രതയോടെ ആയിരിക്കണം. നമുക്കിനി കുറച്ച് ടോർച്ച് മതി. ബാക്കി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചേക്കാം. അടക്കാം. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വല്ല ക്രീപ്പറും വന്ന് ഞാൻ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഹൈ മോനി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ടോർച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി മൈൻ ചെയ്തൊക്കെ എന്താണ് ടോർച്ചൊക്കെ വെച്ചില്ലേ? ഓക്കെ, അത് മതി. 25 ധാരാളം. നമുക്ക് കുറേ എക്സ് കളക്ട് ചെയ്യാം. എക്സ് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കൂ. ഫുൾ എക്സ് ഉണ്ടാക്കിയുണ്ട്. ഇനി വുഡ് ഇല്ലാത്തതാണോ സ്റ്റോൺ ഇല്ലാത്തതാണോ? ഇത് മതിയാവില്ല. ഞാൻ അത്രയും വലിയതൊന്നും ചെയ്യില്ല. പൈസ അപ്പോൾ നമുക്ക് വലിയൊരു ട്രിപ്പിന് പോയിട്ട് വരാം. ഇവിടെ എവിടെയായിട്ടൊരു ഫോറസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ അല്ലേ ഒരു ഫോറസ്റ്റ് ഉള്ളത് തോന്നുന്നു. എവിടെയാണ് ഫോറസ്റ്റ് ഉള്ളത്? അതാ കണ്ട് ലീവ്സ് ഇതാ കണ്ട്. ഞാൻ ബ്രെഡ് എടുക്കാതെ വന്ന്. ഉണ്ട്, ബ്രെഡ് ഉണ്ട് കയ്യിൽ. ഫുഡൊക്കെ നമ്മൾ ഹോട്ട് ബാറിൽ വെക്കണം. അല്ല, പിന്നെ ഈ വുഡ് ബിക്കാസ് ഞാൻ എപ്പോഴും കൈ വെച്ച് കണക്കാണ് പോകും. അപ്പോൾ നമുക്ക് വീട് പണിക്ക് ഇനി കുറേ വുഡ് വേണമല്ലേ? വുഡ് മുറിക്കാം. ഗൈസ്, ഈ വുഡ് മുറിക്കണത് നിങ്ങൾക്ക് ബോറടിക്കും കുറേ വുഡ് മുറിക്കണത് ഇങ്ങനെ കാണുമ്പോൾ. അതുകൊണ്ട് ഇതൊന്ന് സ്പീഡപ്പ് ചെയ്യണ്ടാവും കേട്ടോ. ഗൈസ്, മൂഞ്ചി ബെഡ് എടുക്കാൻ മറന്നുപോയി. ഇതേ വരുന്നേ. പക്ഷെ ഞാൻ ബെഡ് എടുക്കാൻ മറന്നുപോയില്ല. ഞാൻ കണ്ടതന്നെ ചോദിച്ചു കണ്ടതന്നെ വരട്ടെ. പക്ഷേ രാത്രി ഇതാവണം, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടിയത്. പെട്ടെന്ന് രാത്രി ആവണമെന്ന് ഞാൻ ചെറുതായിട്ടൊരു ഇത് കണ്ട്. ഇപ്പോൾ സോംബീസും ക്രീപ്പറൊക്കെ വരും. അതിന് മുമ്പ് പോയി കിടന്നുറങ്ങട്ടെ.
ഓടങ്ങണ്ട്. ഇതുവരെ ഓടാത്ത രീതിയിൽ ഓടണം. നമ്മൾ വിടുക. നമ്മളങ്ങനെ ഉറങ്ങുന്നു. സ്ലീപ്പിംഗ് ത്രൂ ദിസ് നൈറ്റ്. അല്ല, ദ നൈറ്റ്. 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അടക്കൂടോ അടക്കും. ഇനി തിരിച്ചു തന്നെ പോവാം. ഈ പിക്കാസ് ആ വഴി ഓടാനും പറ്റൂല. പിക്കാസ് കൈ കയറുമായിപ്പോൾ. എന്താണിത്? ഇങ്ങനെ ഉണ്ടൊരിത്. ബാക്ക് ടു വുഡ് മൈനിങ്. ഓക്കെ, ഇത് വീണ്ടും സ്പീഡപ്പ് ചെയ്യാൻ പോകുന്നു. നമുക്ക് 2 ചട്ടി പോലെ അതെയോ അല്ലെങ്കിൽ നാളെ നെക്സ്റ്റ് വുഡ് കണ്ണിൽ ഒന്ന് എടാ 2 എന്താ പറയുക അത് 3 അയ്യോ ശരി. ഗൈസ്, ഇക്ക് ഈ ആക്സ് ഫുള്ള് തീരുന്നവരോട്ടെ നമ്മൾ 2 സ്റ്റേക്കും 13 കൊടുത്തിട്ടുണ്ട്. അത് മതിയാവും നമുക്ക് വീട് വെക്കാനേ. അത് മതിയായില്ലെങ്കിൽ നമുക്ക് വീട്ട് വന്ന് കൊടുക്കാം. വിഷയമല്ലല്ലോ. പിന്നെ ഒരു ആവേശത്തിൽ 3 ആക്സൊക്കെ ഉണ്ടാക്കിയതാ. നമുക്ക് ഇനി സാപ്ലിംഗ് ഒക്കെ എടുത്തിട്ട് കുറച്ച് നമുക്ക് ഇവിടെ നട്ടിച്ചിട്ട് കുറച്ച് നമുക്ക് വീട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി നട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് എപ്പോഴും ഓടി ഉണ്ടല്ലോ. അത് മതിയല്ലേ, ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നട്ടേക്കാം. നമ്മളെപ്പോഴും ഒരു ബെഡ് കൈ വെച്ചിരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മളെങ്ങനെ ഒരു യാത്ര പോണേ ബെഡ് കൊണ്ട് വെക്കാലും പെട്ടെന്ന് കിടന്നുറങ്ങാലോ. നമുക്ക് അങ്ങനെ ഇതൊരു ടീസ്പൂണായില്ലേ. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാലോ. നമുക്കിനി ഇവിടെ കുറച്ച് മരങ്ങൾ നട്ടേക്കാം. ഇതാണ് നമ്മളെ ഫോറസ്റ്റ്. അവിടെ 2-3 മരമൊക്കെ ഉണ്ടല്ലേ. ഇവിടെ നമുക്ക് ചെറിയ ഒരു മരം എടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം നട്ടക്കണം. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന സാപ്ലിംഗ് കൊണ്ട് നമുക്ക് വേറെ മരം ഉണ്ടാക്കാം. അതല്ലേ ഇത്. ഞങ്ങൾക്ക് വീട് പണിക്ക് കിടക്കാം. അങ്ങനെ അവസാനം നമ്മൾ വീട് പണിക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ, കടക്കുകയാണ്. ഇപ്പോഴത്തെ 63 ഒരു സ്റ്റേക്ക് ഏകദേശം മതി. നമുക്ക് ഒരു 1 2 നമ്മൾ ആദ്യം ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വെക്കണം.
ഇങ്ങനെ ഈ മുക്കിലൊക്കെ നമുക്ക് എന്താണ് സാധാ ഫുഡൊക്കെ അങ്ങനെയാണ് ഭംഗിയുണ്ടാവും. നമ്മളുടെ മെയിൻ സാധാ ബേസിക് സാധനം വീട് പണിയുമ്പോൾ എല്ലാ ആദ്യം വീട് പണി എല്ലാവരും തന്നെ ചെയ്യുക. നമുക്ക് കുറക്കണ്ട. ഇതും തികഞ്ഞില്ല. ഫസ്റ്റ് ഫ്ലോർ തന്നെ ഉണ്ടാക്കാൻ ഇതും തികഞ്ഞില്ലേ? നമുക്ക് ഇതുപോലെ രണ്ട് ഫ്ലോർ ഉണ്ടാവും. അപ്പോൾ സെറ്റ്. അത് കറക്റ്റ് ഇട്ടാ നമ്മൾ കറക്റ്റ് കഴിഞ്ഞാൽ വേണ്ടിയുള്ള സാധനങ്ങൾ തന്നെ നമ്മുടെ എടുത്തുകൊണ്ട് നോക്കില്ല. ചാടി ഈ 3 4 4 കൂടെ 1 2 3 4 പെർഫെക്റ്റ്. നമുക്ക് ഡോറും കൂടി ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് കുറച്ച് സ്ലാബും ഉണ്ടാക്കാം. ഒരു ഡോറ്, പിന്നെ അതുകൊണ്ട് കുറച്ച് സ്ലാബ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്ലാബ്. അപ്പോൾ തൽക്കാലത്തിന് ഇതൊക്കെ മതി. ഡോറോടെ നമുക്ക് ഇവിടെ സാധാ ഒരു പ്ലാങ്ക് വെച്ചിട്ട് അതല്ലെങ്കിൽ ഇനി പൊട്ടിച്ച് വാങ്ങാൻ ഫ്ലോർ വെക്കണമെങ്കിൽ ഇനി പൊട്ടിച്ച് വാങ്ങേണ്ടത്. കുറച്ച് ഡസ്റ്റ് ഉണ്ട് കിട്ടി. ഇവിടെ തൽക്കാലം സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വെച്ചേക്കാം. ഇത് വീട് കഴിഞ്ഞാൽ പൊട്ടിച്ച് വരും. ജസ്റ്റ് കൊണ്ട് മേലെ കയറാനായി. നമുക്ക് ഇവിടെ സ്ലാബ് പണിയാം. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളെ സ്ലാബ് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ദാ ഈ സ്ലാബും കൂടി വെച്ച് തീരെയാണെങ്കിൽ നമ്മൾ സ്ലാബിൻ്റെ പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ വീട് ഫുള്ളായിട്ട് നമ്മൾ ഉണ്ടാക്കണേ കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇനി വീട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ വീടിൻ്റെ ഇത്രയും ഭാഗം ചെയ്തിട്ടുണ്ട്. ഇനി മേലെ കുറച്ച് ഭാഗങ്ങൾ ചെയ്യണ്ട. ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തോളാം. പിന്നെ മേലൊരു നിലയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇൻറ്റീരിയറൊന്നും ചെയ്തില്ല. ഇവിടെ സ്റ്റെപ്പൊക്കെ വെക്കാണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ ഒന്ന് ചെയ്തോളാം. കാരണം ഇനി വീഡിയോൻ്റെ ലെങ്തോ ഒരുപാട് വേണം, പിന്നെ ഇതാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടനോ അമർത്താനൊന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.